എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സോയി സാൽദാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സഹനടനായിട്ട് തിരഞ്ഞെടുത്തത് കീറൻ കുൽക്കിൻ. ചിത്രമേതാണ്? എ റിയൽ പെയിൻ. മികച്ച സഹനടി സോയി സാൽദാന. ദെൻ മികച്ച സഹനടൻ കീറൻ കുൽക്കിൻ. മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച വിദേശ ഭാഷാ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. ബ്രസീൽ ചിത്രമാണ്. വേറൊരു പ്രത്യേകത ഇതിനുള്ളത്, മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത് ബ്രസീലിലേക്ക് എത്തുന്ന ആദ്യ ഓസ്കാറാണ്. ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പട്ടാള ഭരണകൂടത്തിന് കീഴിൽ ഭിന്നിച്ചു പോയ കുടുംബത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്നത്. അതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വാൾട്ടർ സാൽസ് ആണ്. അപ്പോൾ ബ്രസീലിന് ഒരു സുവർണ നേട്ടമാണ് ഈ ഒരു പുരസ്കാരത്തിലൂടെ സ്വന്തമായത്. ദെൻ അടുത്തതായിട്ട് മികച്ച അനിമേഷൻ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഫ്ലോ ആണ്. മികച്ച അനിമേഷൻ ചിത്രം ഫ്ലോ. ദെൻ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. അപ്പോൾ അനിമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ 2 കാറ്റഗറി അവിടെ വരുന്നുണ്ട്. മികച്ച ആനിമേഷൻ ചിത്രം ഫ്ലോയും മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇൻ ദ ഷാഡോ ഓഫ് സൈപ്രസ് ആണ്. ദെൻ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. അതിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. മികച്ച ഡോക്യുമെൻ്ററി ആയിട്ട് തിരഞ്ഞെടുത്തത് നോ അതർ ലാൻഡ് ആണ്. അപ്പോൾ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര. ദെൻ മികച്ച ഡോക്യുമെൻ്ററി ആയിട്ട് തിരഞ്ഞെടുത്തത് നോ അതർ ലാൻഡ്. നോ അതർ ലാൻഡിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പാലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡോക്യുമെൻ്ററിയാണ് നോ അതർ ലാൻഡ്. ദെൻ മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡാനിയൽ ബ്ലൂംബർഗിനാണ്.